ഞാൻ ഇന്നൊരു വഴുതനങ്ങ മെഴുക്കുവരട്ടി ഉണ്ടാക്കാനാണ് പോകുന്നത്. അതിനായിട്ട് ഞാൻ എടുത്തത് ആനക്കൊമ്പൻ വഴുതനങ്ങയുടെ ഒരു 2-3 വഴുതനങ്ങ എടുത്തിട്ടുണ്ട്. അത് വളരെ ചെറിയ പീസസായിട്ട് ക്യൂബ്സായിട്ട് കണ്ടിച്ചെടുത്തിട്ടുണ്ട്. കൂടാതെ കുറച്ച് സവാള, അതായത് 1-2 സവാള, ഒരു തക്കാളി, പിന്നെ ഇത്തിരി മുളക് പൊടി, ഉപ്പ്, മഞ്ഞൾപ്പൊടി, ശകല ഇഞ്ചി. അത്രയും സാധനമാണ്. ഇഞ്ചി അരച്ചതാണ് കേട്ടോ. ഇത്രയും സാധനമാണ് ഞാൻ എടുത്തേക്കുന്നത്. പിന്നെ ഇത് കൂടാതെ ഞാൻ യൂസ് ചെയ്യുന്നത് ശകലം ടൊമാറ്റോ കെച്ചപ്പും എടുക്കും, എണ്ണയും വേണം. അതായത് അപ്പം ഞാൻ ഇതെല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനിയും ചീഞ്ചട്ടി അടുപ്പേ വെക്കാൻ പോകണം. നമുക്ക് ഓരോന്നായി കാണാം. ഞാൻ ചീഞ്ചട്ടി അടുപ്പേ വെച്ചിട്ടുണ്ട്. ശകല എണ്ണ അതിനകത്ത് ഒഴിച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മുടെ വഴുതനങ്ങ ഇട്ട് കൊടുക്കുക. ഒന്ന് ചൂടായി കഴിയുമ്പോൾ വഴുതനങ്ങ ഇട്ട് കൊടുക്കുക. അതിലേക്ക് തന്നെ നമ്മൾ സവാളയും തക്കാളി, ഉപ്പും കൂടെ ഇട്ട് അടച്ചു വെക്കുക. അത് കഴിഞ്ഞ് അതൊന്ന് വെന്ത് കഴിയുമ്പോൾ നമുക്ക് ബാക്കിയുള്ള അടച്ചു വെച്ചാൽ മതി. അടച്ചു വെച്ചാൽ തന്നെ അതിൻ്റെ വെള്ളം വറ്റുമ്പോഴത്തേക്ക് അത് വെന്തിരിക്കും. ഒരുപാട് അങ്ങ് വെന്തളിഞ്ഞു പോകും. അതുകൊണ്ടാണ് വേറെ വെള്ളം ഒഴിക്കേണ്ടതെന്ന് പറഞ്ഞത്. വെള്ളം ദേശത്ത് തിളച്ചപ്പോൾ തന്നെ ഒന്ന് അടച്ചു വെച്ചപ്പോൾ തന്നെ അതിനകത്തുനിന്ന് വെള്ളം ഇറങ്ങി വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വെള്ളം ഒഴിക്കേണ്ടതെന്ന് പറഞ്ഞത്. ഉപ്പിട്ടങ്ങ് അടച്ചു വെച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ അത് വെള്ളം ഇറങ്ങി വന്നപ്പോൾ തന്നെ ഞാൻ ടൊമാറ്റോ കെച്ചപ്പ് അതിനകത്ത് ഇട്ടിട്ടുണ്ട്. ഇനി മഞ്ഞൾപ്പൊടി, മുളക് പൊടിയും കൂടി ഇട്ട് അടച്ചു വെക്കുക. ഇഞ്ചിയും കൂടി ഇട്ട് അടച്ചു വെക്കുക. നല്ലോണം വെള്ളം വറ്റി കഴിയുമ്പോൾ എണ്ണ ഒഴിച്ച് താളിച്ചെടുക്കുക. അത്രയേ ഉള്ളൂ നമ്മളുടെ വഴുതനങ്ങ മെഴുക്കുവരട്ടിയുടെ കുക്കിംഗ്. ഇതൊക്കെ സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന രീതി ആയതുകൊണ്ടാണ് ഞാനിത് കാണിക്കുന്നത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ ബാക്കി സാധനങ്ങൾ ഇട്ടതിന് ശേഷം വരാം. ഇതാണ് നമ്മുടെ വഴുതനങ്ങ മെഴുക്കുവരട്ടിയുടെ ഫൈനൽ സ്റ്റേജ്. ഇത് നമുക്ക് ചപ്പാത്തിയുടെ കൂടെയോ ചോറിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. പിന്നീട് ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, താങ്ക് യു.